ഒരു പ്രോസസ്സ് എപ്പോഴാണ് ഒരു പ്രോബ്ലം ആവുന്നതെന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ ബ്രെയിനിനൊരു സ്വഭാവമുണ്ട്. എവിടെയാണോ സ്ട്രക്ചറും പ്രോസസ്സും ഒക്കെ ഉള്ളത്, അടുക്കും ചിട്ടയായിട്ട് ഇരിക്കുന്നത് കാര്യങ്ങൾ, അവിടെ കംഫർട്ടബിൾ ആണ് നമ്മുടെ ബ്രെയിൻ. അങ്ങോട്ടേക്ക് നമ്മുടെ ബ്രെയിൻ പോകും. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പ്രത്യേകിച്ചും വലിയ കമ്പനി, ചെറിയ കമ്പനികളിൽ ഈ ഒരു പ്രവണത ഒത്തിരി കാണുകയാണെങ്കിൽ ആ കമ്പനി ഒരുപാട് കാലം നീണ്ടു നിൽക്കില്ല, വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് ഈ ഒരു ബിഹേവിയർ പൊതുവേ കണ്ടുവരുന്നത് വലിയ കമ്പനികളിലാണ്. അവിടെ ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ആ പ്രോബ്ലമിനെ ഡയറക്റ്റായിട്ട് സോൾവ് ചെയ്യുന്നതിനെ ഒഴിവാക്കി ആ പ്രോബ്ലത്തിന് ചുറ്റും പ്രോസസ്സസ് ഉണ്ടാക്കും. ആ പ്രോബ്ലത്തിന് നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടി ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യും, ടെംപ്ലേറ്റ്സ് ഒക്കെ വെച്ച് ഡിസൈൻ ചെയ്യും, അതിനെ ലീഡേഴ്സിൻ്റെ അടുത്തോ ടീം മെമ്പേഴ്സിൻ്റെ അടുത്തോ ഒക്കെ പ്രസൻറ്റ് ചെയ്യും, ഫ്ലോ ചാർട്ട്സ് ഉണ്ടാക്കും, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും, ട്രാക്ക് ചെയ്യും. പക്ഷേ പ്രോബ്ലത്തിനെ ഡയറക്റ്റ്ലി സോൾവ് ചെയ്യുന്നത് പലരും അവോയ്ഡ് ചെയ്യാറുണ്ട്. അതായത് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിലൂടെ കടന്നു ചെന്ന് അതിനെ സോൾവ് ചെയ്യുന്ന പകരം അതിന് ചുറ്റും നമ്മൾ പ്രോസസ്സസും സിസ്റ്റംസും പ്രസൻറ്റേഷനും ഡിസൈനും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പ്രോബ്ലം അവിടെ തന്നെ നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൊതുവേ നമ്മുടെ മനസ്സിനൊരു ഫീലിംഗ്, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ടെന്നൊരു തോന്നൽ വരും. അതിനെക്കുറിച്ച് മറ്റേ ആൾക്കാരടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്കും നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊരു തോന്നലുണ്ടാവും. പിന്നെ നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചർ ആഗ്രഹിക്കുന്നുണ്ട്, പ്രശ്നം സോൾവ് ആവുന്നുണ്ടെന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷേ പ്രശ്നം സോൾവ് ആവില്ല. പക്ഷേ ഈ സ്ട്രക്ചർ കാരണം നമുക്ക് പ്രശ്നം സോൾവ് ആവുന്നൊരു തോന്നലുണ്ടാവും. നമ്മുടെ കംഫർട്ട് സോൺ അതാണ്. പ്രശ്നം സോൾവ് ആണെങ്കിൽ നമ്മൾ പ്രശ്നത്തിന് ചുറ്റും ഓരോ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല, പ്രശ്നത്തിലൂടെ കടന്നുപോയി ആ പ്രോബ്ലമിനെ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ്, പ്രശ്നത്തിലൂടെ കടന്നുപോയി അത് സോൾവ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് മെസ്സിയാണ്, അൺകംഫർട്ടബിൾ. അത് ആരും ആഗ്രഹിക്കാത്തതാണ്. അതുകൊണ്ട് പലരും അത് ചെയ്യാതെ അതിന് ചുറ്റും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ചിലവ് കൂടുകയാണെങ്കിൽ പൊതുവേ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം, ചിലവ് കൂടുന്നു, ചിലവ് കുറയ്ക്കണം. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ വരവും ചിലവും ഒരു നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതിയിട്ട്, അപ്പോൾ വരവും ചിലവും ഒരു നോട്ട്ബുക്കിൽ എഴുതിയിട്ടു എന്ന് വെച്ചിട്ട് ചിലവ് കുറയാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു തോന്നല, ഒരു സ്ട്രക്ചർ ഉണ്ടായി, നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നൊരു ബ്രെയിനൊരു തോന്നൽ വന്ന് ബ്രെയിൻ ആ ഏരിയയിൽ കംഫർട്ടബിളായി അവിടെ എങ്ങനെ നിൽക്കും. അപ്പോൾ ഇതൊരു ട്രാപ്പാണ്. ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറയുന്നത് ഒരു വരിയിൽ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, പ്രോസസ് ഇസ് നോട്ട് പ്രോഗ്രസ് എന്നാണ് പറയാൻ പറ്റും. നമ്മൾ പ്രോഗ്രസ് എന്ന് പറയുന്നത് അതിന് ഒരു പ്രോബ്ലത്തിന് ചുറ്റും ഉണ്ടാക്കി വെച്ച പ്രോസസ്സിനെ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് മെഷർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ എണ്ണമല്ല, പ്രോബ്ലത്തിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ കുറവാണ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്നുള്ളതിന് ഒരു ലക്ഷണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചെറിയ കമ്പനീസ് ആണെങ്കിൽ ഈ പ്രവണതയിലേക്ക് യാതൊരു കാരണവശാലും വീഴാൻ പാടില്ല. വലിയ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു പ്രോബ്ലം കണ്ടെങ്കിൽ ആ പ്രോബ്ലമിനെ ഡയറക്റ്റ്ലി സോൾവ് ചെയ്യുക. അതിന് ചുറ്റും പ്രോസസ്സും സിസ്റ്റംസും ഒക്കെ ഉണ്ടാക്കിയല്ല സോൾവ് ചെയ്യേണ്ടത്, ഡയറക്റ്റ്ലി ആ പ്രോബ്ലം സോൾവ് ചെയ്യുക. എന്ന് വെച്ചിട്ട് പ്രോസസ്സും സിസ്റ്റംസും ആവശ്യമില്ല എന്നല്ല, ഫ്യൂച്ചറിൽ പ്രോബ്ലംസ് വരാൻ